ഹലോ, ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. ഞാൻ SUT ഹോസ്പിറ്റൽ പട്ടത്തെ വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഞാനിന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണയായി പലപ്പോഴും പേപ്പറിലും ന്യൂസിലെല്ലാം കേൾക്കുന്ന ഒരു വാർത്തയാണ്. യാതൊരു അസുഖവുമില്ലാത്ത സാധാരണഗതിയിൽ നടക്കുകയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. ഇത് തീർച്ചയായും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇതിന് രണ്ട് മെയിൻ കാരണമായിട്ട് തോന്നുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ചുള്ളതാണ്. അത് തന്നെ രണ്ട് തരത്തിലാവാം. ഇപ്പോൾ സ്ട്രോക്ക് എന്ന പക്ഷാഘാതം സാധാരണഗതിയിൽ അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുകയില്ല. കുഴഞ്ഞു വീണ് അവർക്ക് എന്തെങ്കിലും സ്ട്രോക്ക് മാതിരി സിംറ്റം കാണിക്കും. ഉടനെ ഒരു മരണം സംഭവിക്കുന്നത് കുറവാണ്. ഇതിന് വിപരീതമായി ഹൃദയ സംബന്ധമായ പ്രയാസമുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ്. ഇനി അഥവാ അത് നമ്മൾ അത് നേരിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട റിസസിറ്റേഷൻ ചെയ്യാൻ പരിചയമുള്ള ആൾക്കാരോ അതിന് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരോ ഒരു ഡോക്ടറോ ഉണ്ടെങ്കിൽ കാർഡിയാക് റിസസിറ്റേഷൻ മുഖാന്തരം നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അഭാവത്തിൽ അവർക്ക് അങ്ങനെയാണ് നമ്മൾ ഈ പേപ്പറിൽ കാണുന്നത്, കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. ഇതിന് മുഖ്യമായ രണ്ട് കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാരണം 2-3 കാരണം ഞാൻ പറയാം. മെയിനായിട്ടുള്ള കാരണം തീർച്ചയായും നമ്മൾക്കെല്ലാം അറിയാവുന്ന മാതിരി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഹൃദയസ്തംഭനം, അതായത് ഹൃദയത്തിലേക്കും പോകുന്ന രക്തക്കുഴലുകൾ, അത് ലെഫ്റ്റ് സിസ്റ്റം 2 രക്തക്കുഴലും റൈറ്റ് സിസ്റ്റം 1, അങ്ങനെ 3 പ്രധാന രക്തക്കുഴൽ വഴിയാണ് ഹൃദയത്തിനാവശ്യമായ ഓക്സിജൻ, ഗ്ലൂക്കോസ്, ഹോർമോൺസ് മുതലായ കാര്യങ്ങൾ ഇത് എത്തിക്കുന്നത്. ഇതിൽ 80% കൂടുതൽ 1-2 രക്തക്കുഴലിന് പെട്ടെന്നൊരു വികാസം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹൃദയസ്തംഭനത്തിൽ കലാശിക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ഒരാളുടെ മരണത്തിലേക്കും കലാശിക്കും. അത് ശുദ്ധ രക്തക്കുഴലിൻ്റെ ഹൃദയത്തിലേക്കുള്ള പ്രവേശം തടയുന്ന മാതിരിയുള്ള ബ്ലോക്ക് കാരണം. രണ്ടാമത്തെയും കാരണം എന്താണെന്ന് വെച്ചാൽ അയോട്ടിക് ഡിസെക്ഷൻ എന്നൊരു ഇതുണ്ട്. ഈ സാധാരണഗതിയിൽ അത് കണ്ടുവരുന്നത് 30, 40, 50 ആ വയസ്സിലുള്ള താരതമ്യേന നല്ല ദൃഢഗാത്രരായ പൊക്കവും വണ്ണവും ഉള്ളത് നോർമലായിട്ടുള്ള ആൾക്കാരിലാണ്. അവരിൽ പലർക്കും അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാവാം. അതിന് മരുന്ന് കഴിക്കുന്നതോ അത് കണ്ടുപിടിക്കാത്ത അവസ്ഥയോ ഉണ്ടാവാം. പെട്ടെന്ന് ഈ ഹൃദയം പമ്പ് ചെയ്യുന്ന ആ പ്രക്രിയയിൽ ബ്ലഡ് പ്രഷർ വളരെ അധികമായാൽ രക്തക്കുഴലിൻ്റെ മഹാധമനിയുടെ ഉൾഭാഗത്തൊരു വിള്ളലുണ്ടാവുകയും രക്തം ഈ ധമനിയുടെ ഭിത്തിയിലേക്ക് കയറുകയും അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ജീവന് തന്നെ അപകടം വരാവുന്ന ഒരവസ്ഥ വരും. അതായത് അയോട്ടിക് ഡിസെക്ഷൻ. പിന്നീട് പൾമണറി എംബോളിസം എന്നൊരു അസുഖമുണ്ട്. അത് സാധാരണഗതിയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം വരാവുന്ന ഒരു പ്രശ്നമാണ്. അത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. മൂന്നാമത്തെ കാരണം ഹൃദയം, നമുക്കെല്ലാം അറിയാം, ഹൃദയത്തിന് സ്വന്തമായി ഒരു പേസ് മേക്കർ സിസ്റ്റമുണ്ട്. പേസ് മേക്കർ എന്ന് വെച്ചാൽ ഹൃദയം 70, 72, 74 അല്ലെങ്കിൽ 68 തൊട്ട് 72, 74 വരെ നോർമൽ ആയിട്ട് നമുക്ക് സാധാരണ കൂടുതലുണ്ടാവുക. അതിലൊരു 65 തൊട്ട് 90 വരെയാണ് ഓൾമോസ്റ്റ് നോർമലായിട്ടുള്ള ഹൃദയത്തിൻ്റെ ബീറ്റിങ്സ് ഉണ്ടാവാം. ഇതിനായിട്ട് ഈശ്വരൻ നമുക്കൊരു പേസ് മേക്കർ, അതായത് ആ ഹൃദയം ചുരുങ്ങുന്നതും ഹൃദയം പമ്പ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്ന ഒരു പേസ് മേക്കർ, അതിന് SA നോഡ് എന്ന് പറയും. അത് SA നോഡ് പറഞ്ഞത് അശുദ്ധ രക്തക്കുഴലിൻ്റെ മുകൾ ഭാഗത്താണ്. താഴെ AV നോഡ് എന്നുണ്ടാവും. പിന്നെ ശുദ്ധരക്തം പമ്പ് ചെയ്യുന്ന അറയിലേക്ക് പോകുന്ന നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലോ അതിൽ ഹൃദയം അതിൻ്റെ പേസ് മേക്കർ ഫെയിലിയർ ആവുകയോ അല്ലെങ്കിൽ ഹൃദയം പെട്ടെന്ന്
ഒരു 200-300 തവണ മിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം കടക്കാൻ വഴി തടസ്സം ഉണ്ടാവും, അത് ഹൃദയസ്തംഭനമാകും. അപ്പം അങ്ങനെ കൂടുതലായിട്ടും 3 തരത്തിലാണ് ഈ കുഴഞ്ഞു വീഴുന്നത്. ഹൃദയധമനി, ശുദ്ധരക്തം പോകുന്ന ഹൃദയധമനിയിലേക്കുള്ള രക്തക്കുഴലുകൾ 2-3 പെട്ടെന്ന് അടഞ്ഞുകയാണെങ്കിൽ 1. രണ്ടാമത്തെ അയോട്ടിക് ഡിസെക്ഷൻ എന്ന ഹൃദയഭിത്തി രക്താതിസമ്മർദ്ദം കൊണ്ടും ഹൃദയത്തിൻ്റെ പമ്പിങ് കൊണ്ടും ഹൃദയഭിത്തിയിൽ രക്തം കയറി തുടർന്നുണ്ടാകുന്ന മരണമാവാം. മൂന്നാമത്തേത് ഈ പേസ് മേക്കർ എന്ന ഹൃദയത്തിൻ്റെ ബീറ്റിംഗ്, ആ ഹൃദയത്തിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന പേസ് മേക്കറിൻ്റെ പ്രയാസം കൊണ്ടോ അതല്ലെങ്കിൽ ഒന്നുമില്ല അത് നിന്നു പോകുന്നതോ അല്ലെങ്കിൽ 200-300 തവണ അത് മിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും. ഇതാണ് സാധാരണയായി പെട്ടെന്ന് അരോഗദൃഢത്തിനായ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് 40-50 വയസ്സുള്ള ആൾക്കാർക്ക് കുഴഞ്ഞു വീണ് പെട്ടെന്നുള്ള ഒരു മരണം സംഭവിക്കാനുള്ള കാരണം. താങ്ക് യു.